गाइस वेलकम बैक टू आवर चैनल। एंथनी के कौन नए पार्ट के साथ आ गए हैं यार। तो जैसे जैसे मूवी आगे बढ़ रही है ना, बहुत इंटरेस्टिंग होती जा रही है। और सबसे बड़ा सवाल ये भी है कि एंथनी है कौन और एंथनी को क्यों जेल हुई थी। बाकी देखते हैं कि ये वीडियो कैसे होने वाली है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। एंथनी आ गया, उसको मारने के लिए। ലോറൻസ് എവിടെയാ? ടൂൾ ബാറിലുണ്ട്. भाई गया लॉरेंस तो। अब एंथनी कौन है? क्या कौन है यार? ജോസേട്ടാ, നമ്മളങ്ങ് വലിയ റിസോർട്ടിൽ പയങ്കി അവനുകൊണ്ട് ആന്റണി വരുന്നുണ്ട്. പ്രശ്നമോ? इतना तो लगता है कि ये तो सब डर डर के भाग रहे हैं एंथनी। ആ ഇങ്ങനെയൊക്കെ പോണു. എടാ, നീ കയ്യിൽ പിടിച്ച ഈ ജോമന്റെ റിസോർട്ട് ഞാനങ്ങ് വാങ്ങി. അടുത്ത തിങ്കളാഴ്ച ഉദ്ഘാടനം. മുഖ്യ അതിഥി പ്രമോദ് സാർ, അറിയാലോ അല്ലേ? ഉദ്ഘാടകൻ കളമ്പുകാട്ട് ലോറൻസ്. ഓക്കെ അല്ലേ? അതെങ്ങനെയാ? അതങ്ങനെയൊന്നുമില്ല, ഇതൊരു തീരുമാനമാണ്. നീ അങ്ങ് അനുസരിച്ചാൽ മതി. अच्छा ഇല്ലെങ്കിലോ? अब क्या करेगा एंथनी, वो देखना है मेरे को। सिगरेट जला ली उसने, वो बॉम्ब करने वाला खतरनाक। हाँ നിന്നെ നിന്റെ ഈ ഉടായ്പ സെറ്റപ്പും കൂടി ഞാനങ്ങ് പൊട്ടിക്കും. क्रेजी। भाई साहब, ആന്റണി വേണ്ട. और जो तूने क्या क्या वो सही है। അപ്പോൾ തിങ്കളാഴ്ച 10 മണി. भाई एंथनी से तो सब डरते हैं भाई। जो तूने खुद किया वो सही है। വിനോദസഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം സമ്മാനിക്കാൻ ഒരു പുതിയ സംരംഭത്തിന് നമ്മൾ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ആദ്യമായി ഉദ്ഘാടനം ശ്രീ കളമ്പുകാട്ട് ലോറൻസ്. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനായി അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം സർ. അടുത്തതായി ദീപം കൊളുത്താനായി CI പ്രമോദ് സാറിന്റെ മക്കളായ ആരതിയെയും അശ്വതിയെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇറങ്ങുക, ഒരു പരിപാടിയുണ്ട്. താങ്ക് യു. ഓക്കെ. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഏവർക്കും നന്ദി. ലോറൻസേ, പോലെ ഇനി നമുക്ക് അല്പം മധുരം പങ്കിടാം. ഒരു ചെറിയ ചടങ്ങ് കൂടി ഉണ്ട്. क्या? നമ്മൾ ക്രിസ്ത്യാനികൾക്ക് വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ മാത്രമായിട്ടൊരു ദൈവമില്ല. പാവം കർത്താവ് എല്ലാം കൂടി ഒറ്റയ്ക്കല്ലേ മാനേജ് ചെയ്യുന്നേ. അപ്പൊ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഗണപതി ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. वो बात तो है। ഈ റിസോർട്ടിന് നിന്റെ ഭാഗത്തുനിന്നോ നിന്റെ പിള്ളേരുടെ ഭാഗത്തുനിന്നോ ഒരു വിഘ്നങ്ങളും ഇല്ലാതിരിക്കാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ഉടച്ചേ. क्या? वही ഉടയ്ക്കണേ. और डर लगना भी तो चाहिए। एंथनी के बारे में ही सोच रहा है ये। मैं सोचे कभी क्यों नहीं गई।
നല്ല ആളാ. ഇച്ചായൻ ഇവിടെ വന്നിരിക്കുവാന്നോ? താഴെ പെങ്ങളെ മോനും കേക്ക് കെട്ടിയാൻ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഇച്ചായനെ അറിയത്തില്ലായോ? ഒന്ന് എണീറ്റ് വന്നേ. വാ, ഒന്ന് വാന്നേ. ये तो बेचारा उसमें ही है, तो इसने हथियाया था इतनी बड़ी मुश्किल से रिजॉर्ट। അമ്മയ്ക്കല്ല, ആദ്യം അമ്മാവന്. वाह यार, इतनी इज्जत करता है इसकी। ടേസ്റ്റ് ചെയ്യാം. വേണ്ട ഏട്ടാ, ഞാൻ എടുത്തോളാം. अच्छा ये वो दिखा रहे हैं उसको आवारा वही। ആ, अच्छा कब से उसको दिखना बंद हुआ वरुण को? एंथनी काफी क्लोज लगता है ना वरुण से। ഇത് കള്ളവാറ്റല്ലേ? വാറ്റല്ലടി, ഒറ്റ ഉണ്ടക്കീച്ച്. കാട് കയറി വന്ന് മല വെട്ടിപ്പിടിച്ച ഇടുക്കിക്കാരന്റെ ഔഷധമാ. वाह പിടിക്ക്. ഒരെണ്ണം അവ കൂടി ഒഴിച്ചു കൊടുക്കടാ. നല്ലതാ, അകത്തെ മുറിവിനും പുറത്തെ മുറിവിനും. वाह, अरे ये तो वो है ना इसकी नर्स, क्या नाम था इसकी नर्स का? माया माया। पी गई। मेरे को लग रही है ना ये एंथनी से मतलब बहुत क्लोज हो जाएगी। क्या ये गुड़ शायद जाएगी, है ना? शायद एंथनी और ये ना किसी को करने लग गया पसंद। जिस हिसाब से ट्राई करना पड़ता है। वही तो। ആ മനോജ് ഇതിപ്പോ എങ്ങനെയുണ്ടോ? അവന്റെ കാല് പോയതിനൊക്കെ സങ്കടം അവന്റെ കൊച്ചിന്റെ മുന്നിലിട്ട് വെട്ടിയല്ല. क्यों? നന്നായിട്ട് ഓടിക്കുന്ന കൊച്ചായിരുന്നു. अच्छा हाँ, बेटी അത് के കൗൺസിലിംഗ് കൊണ്ട് ശരിയായിക്കോളും. वही। होप सो यार हो जाए। ഞാൻ ആ ബോട്ടിന്റെ കാര്യം ജിയോട് സംസാരിച്ചത് എനിക്ക് വേണ്ടിട്ടല്ല, മനോജിന് വേണ്ടിട്ടാ. अच्छा, ये मनोज के लिए ना बहुत कर रहा है भाई, बहुत ज्यादा। और यही बात नहीं है, इवन अंकल भी कर रहे हैं ना इसके। ये चीज मेरे को अच्छी लग रही है कि यार मतलब ये जेल भी कहीं ना कहीं मनोज के लिए गया, मुझे ये लग रहा है। उसको ले मार किसके हो। അനുകുട്ടി, ഇന്നലെ പോളച്ചിനെ കണ്ടായിരുന്നു. കേറി താമസത്തിന് അയലത്താരോട് മാത്രം പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞേ. നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വേറെ ദിവസം വിളിക്കാട്ടോ. ഓ, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ജെസ്സി കൊച്ചെ. ये तो वो है ना जेसी। പറഞ്ഞിട്ടുണ്ട്. നീ വാ. കൊട്ടക്കണക്കിന് അസൈൻമെന്റ്സ് ഉണ്ട്. ओए ये तो है जेसी, जो वो नहीं है बॉक्सिंग करती है, जेसी अच्छा, की लड़के बेटी। के साथ वही 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 वही, അമ്മ, जो वो बॉक्सिंग करने वाली लड़की। ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ജെസ്സി കൊച്ചു ചാടി കടിക്കരുത്. പുതിയ വീട്ടിലേക്ക് മാറുന്നതോടെ ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തോട്ടെ. വേണ്ട വേണ്ട വേണ്ട. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള നേരെ കാണത്തുള്ളൂ. പഠിക്കാനുള്ള സമയമൊന്നും കാണത്തില്ല. വേണ്ട. ഹോസ്റ്റലും അടുത്തമ്മ കാശുള്ള വീട്ടിലെ പിള്ളേരെ മൊത്തം. बेचारी നമ്മുടെ മുഷിഞ്ഞ ലൈഫ് അവരുടെ കൂടെ ഒന്നും സെറ്റ് ആവില്ല. സെന്റൂപ്പകളുടെ ഇടയിൽ കഷായ കുപ്പിയിരിക്കണ പോലെ. बेचारे। അമ്മ വിഷമിപ്പിക്കില്ലടാ. വീട് മാറി കഴിയുമ്പോ പിന്നെ നീ ഹോസ്റ്റലിൽ നിൽക്കണ്ട. उसको दे दी चाबी മേടിച്ചേ. यार। കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് വീട്ടിലോട്ട് കയറാൻ പറഞ്ഞു പോളച്ച്. बेचारे एंथनी, मेरे को एंथनी को इतना बुरा लग रहा है कहीं ना कहीं। इतना सुंदर घर है। ഫോട്ടോയ്ക്ക് ഒരു ചെരുവുണ്ടോ ചേട്ടത്തി?
ഏയ് അത് കർത്താവ് തല ചരിച്ചു പിടിച്ചിരിക്കുന്നു തോന്നുന്നു. अच्छा बेचारा एंथनी यार, मेरे को ना ये जेसी थोड़ी वो लगी है, कुछ तो सस्पिशियस वही इतना उससे कैसे मान गई है. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, കടയിൽ വിട്ടാ മതിയേ. എന്നാ ശരി ചേച്ചി. നാസറേ, പറഞ്ഞതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചേച്ചി. 4 താറാമുട്ട ഓടി. മോള് വന്നിട്ടുണ്ടല്ലേ? ഇതൂടെ എഴുതി വെച്ചപ്പോ यार ये जेसी को तो कोई दुख ही नहीं है इसके पति मरने का, ये तो बिल्कुल ही खुश हो रखी है. बहुत नॉर्मल लाइफ है. भाई बहुत स्ट्रेंज बात है. ये तो एंथनी है. നിങ്ങൾ വണ്ടി മാറിയിട്ടേക്ക്, ഞാൻ വന്നേക്കാം. നിങ്ങളിവിടെ കിടക്കണ ആരും കാണണ്ട കേട്ടോ. കേട്ടോ कहीं इसको मार तो नहीं देता. ഹലോ, അമ്മ വരാൻ ലേറ്റ് ആവോ? ലേറ്റ് ആവോന്ന്? വന്നോണ്ടിരിക്കാ. ഇവിടെ നല്ല മഴ പെയ്യാ. കൊടെടുത്തല്ലോ. കൊടയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ചായക്ക് വെള്ളം വെച്ചോ, ഞാൻ ഇപ്പൊ എത്തും. ആ बेचारी यार, मेरे को ചേച്ചി, ചേച്ചി, ഞാനാ സൈവനാ. കൂടെ ഞാൻ പിടിക്കാം. അത് വേണ്ട, വീട് ഞാൻ ഉണ്ടാക്കി വെച്ച് വരാം. ഇനി തന്നെ മാറിക്കടാ. അത് എന്നാ ചേച്ചി, ഞാൻ സേവിച്ച എന്റെ പെണ്ണ് മോളെന്നൊക്കെ പറഞ്ഞാൽ എന്റെ വിട്ടു വന്ന കാര്യമില്ലേ? ഇമ്മാതിരി പഞ്ചാര വർത്താനം പറഞ്ഞോണ്ട് എന്റെ മുമ്പിൽ വരരുന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. नहीं है एंथनी. ഈ കള്ളേ, നിക്കണേടാ. ഞങ്ങളെ സേവിച്ചയെ കൊന്നോണ്ട് ഓശാർത്തി കിട്ടിയ വീടും പുറം മേടിച്ചിട്ട് വഴിപാട് നടക്കരുത്. അങ്ങനെ ഇപ്പൊ തള്ളയോട് ഉണ്ടാക്കണ്ട. साइमन बेचारी यार, इसको मारना भी है. तुरंत लग गया उसको. तुरंत लग गया उसको. वो भी मर गई. ओ यार कैसे मर गई. बारिश हो रही थी, करंट था, तार. और उसकी बेटी घर पे अकेली और उसकी सब्जियां वब्जियां ऐसी पड़ी की पड़ी रह गई. उसकी बेटी फोन किए जा रही है यार. सीरियसली यार, ये वाला पार्ट ना बहुत हार्ट ब्रेकिंग था कि मतलब जैसी लिटरली अभी मतलब थोड़ा सा उनकी फैमिली में सब कुछ सॉर्ट हो गया था. हालांकि वो अपने पति की उसमें इतना नहीं थी, बट स्टिल वो ऐसी था कि शायद उनकी बेटर लाइफ हो सकती है, वो अपनी बेटी और खुद के साथ रह उसको सकती नया है. घर मिला था अभी, बट अनफॉर्चुनेटली अब वो उसमें रह भी नहीं पाएगी. मतलब उसके ज्यादा सपने पूरे भी नहीं हुए. वही, और वो वैसे ही मर गई यार. अब देखते हैं कि जो जैसी की बेटी होती है, जब वो उसको पता कैसे लगता है, रिएक्ट करती है इस पे. वही वो तो लिटरली ऑर्फन ही हो गई है. तो गाइज यही था हमारा रिएक्शन. आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट और करिए. अगर इस चैनल पे नहीं तो सब्सक्राइब करिए. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है, अगर फॉलो करना चाहते हो तो कर सकते हैं. तो मिलते हैं एक और न्यू पार्ट के साथ. तब तक के लिए बाय. बाय.